ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഹോങ് ഹോങ് ടു ടൂട്ട് എന്ന ചാപ്റ്ററിൻ്റെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിൽ അവിടെ നമുക്കൊരു പിക്ചർ കാണുന്നുണ്ട്. എന്താണ് അവിടെ കാണുന്നത്? ഒരു ബസ് കാണുന്നുണ്ട്, അതുപോലെ ഒരു പോലീസ്മാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റീനെ കാണുന്നുണ്ട്. അവിടെ 2-3 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഐ ഹാവ് എ ഹോൺ, ഹോങ് ഹോങ് ഹോൺ. എനിക്കൊരു ഹോണുണ്ട്. ഹോങ് ഹോങ് എന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന ഹോണുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് എന്തുണ്ട്? ഒരു ഹോണുണ്ട്. ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? ഹോങ് ഹോങ് എന്നാണ്. ഇനി താഴെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഡസ് ദ ബസ് ഹാസ് ഓൺലി എ ഹോൺ. ബസ്സിന് ഹോൺ മാത്രമേ പാർട്ടായിട്ടുള്ളൂ? ബസ്സിന് ഹോൺ മാത്രമേ ഉള്ളൂ? അല്ല, ബസ്സിന് ഒരുപാട് പാർട്സുകളുണ്ട്. എന്തെല്ലാമാണ്? എന്താണ് ചോദിക്കുന്നത്? ബസ്സിൻ്റെ പാർട്സുകൾ ഇതെല്ലാമാണ്. നമുക്ക് മിറർ പറയാം, ഇൻഡിക്കേറ്റർ പറയാം, ഹെഡ്ലൈറ്റ് പറയാം, ടയർ, അങ്ങനെ ഒരുപാട് പാർട്സുകളുണ്ട് ബസ്സിന്. അപ്പോൾ നമുക്ക് കുട്ടികളോട് ചോദിച്ചിട്ട് അത് ഓരോന്നും പറയിപ്പിക്കാം. പിന്നെ അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുന്നുണ്ട്. നെയിം ദി അതർ പാർട്സ് ഓഫ് ദി ബസ്. ബസ്സിൻ്റെ മറ്റുള്ള പാർട്സുകളുടെ പേര്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ മറ്റുള്ള പാർട്സുകളുടെ പേര് എന്തെല്ലാമാണ്? മിറർ, ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്, ടയർ, വിൻഷീൽഡ്, അങ്ങനെ ഒരുപാട് പാർട്സുകൾ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാം. ബസ്സിന് ഹോണുള്ളതുപോലെ ഇപ്പോൾ കാറിൻ്റെ ലൈറ്റിനെ കുറിച്ച് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഐ ഹാവ് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റ് ഉണ്ട്. വൈറ്റ് ലൈറ്റ്സ്, വെള്ള കളറിലുള്ള ലൈറ്റ് ഉണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. കാറിന് എത്ര ലൈറ്റ് ഉണ്ട്? 2 ലൈറ്റ് ഉണ്ട്. ദേ ആർ വൈറ്റ്. അതെന്ത് കളറിലുള്ളതാണ്? വൈറ്റ് കളറിലുള്ളതാണ്. പിന്നെ താഴെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ദ കാർ ഹാസ് മെനി പാർട്സ്. ക്യാൻ യു നെയിം ദം. കാറിന് ഒരുപാട് പാർട്സുകളുണ്ട്. അതിൻ്റെ എല്ലാം പേര് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എന്തെല്ലാം പേര് പറയാം? ഏതെല്ലാമാണ് നമുക്ക് പറയാൻ പറ്റിയ പാർട്സ് നെയിംസ്? ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം? ലൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പിന്നെ മിറർ പറയാം. 2 സൈഡിൽ മിററുണ്ട്. ഇൻഡിക്കേറ്റർ ഉണ്ട്, ബാക്കിൽ വരുന്ന ഇൻഡിക്കേറ്റർ ഉണ്ട്. ടയർ ഉണ്ട്, വിൻഷീൽഡ്, അങ്ങനെ ഒരുപാട് പാർട്സുകൾ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് പേജിൽ ബസ് കാണുന്നുണ്ട്. ബസ് എന്താ പറയുന്നത്? ഐ റൺ ഫാസ്റ്റ്. ഞാൻ വളരെ വേഗത്തിൽ പോകും എന്നാണ് ബസ് പറയുന്നത്. അപ്പോൾ കാർ എന്ത് പറയുന്നു? മീ ടു. കാർ പറയുന്നു ഞാനും വളരെ വേഗത്തിൽ പോകുന്ന പറയുന്നത്. ഹേ. അപ്പോൾ അവിടെ ആരോ വിളിക്കുന്നുണ്ട് ഹേ എന്ന്. താഴെ 2 സെൻറ്റൻസ് കാണിക്കുന്നുണ്ട്. എന്താണ്? ദ ബസ് റൺസ് ഫാസ്റ്റ്. ബസ് എന്താണ്? വളരെ വേഗത്തിൽ പോകുന്നു. അതുപോലെ തന്നെ ദ കാർ റൺസ് ഫാസ്റ്റ്. കാറും വേഗത്തിൽ പോകുന്നു. താഴെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്താണ്? ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്. ഈസ് ഇറ്റ് ഗുഡ്? നോ, നെവർ. ഒരിക്കലും അത് നല്ലതല്ല. എന്താണ് ചോദിക്കുന്നത്? ബസ്സും കാറും വേഗത്തിൽ നിന്ന് പോകുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലുമല്ല, നെവർ. നെക്സ്റ്റ് എന്താണ്? ബസ് പറയാണ് ഹോങ് ഹോങ് ഹേ കാർ ഗീവ് വേ. കാറിനോട് പറയാണ് എനിക്ക് വഴിതാ എന്ന് പറയാണ്. ഗീവ് എ വേ. സ്റ്റോപ്പ് ഷൗട്ട് ദ പോലീസ് ഓഫീസർ. ആരോ അടുന്ന് പറയുന്നു. ആരാ പറയുന്നു? പോലീസ് ഓഫീസർ പറയുന്നു നിർത്ത്, വണ്ടി നിർത്ത്. എന്തുകൊണ്ടാണ്? ഓവർ സ്പീഡാണ്. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ് നിർത്തിയില്ല. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. കാറും നിർത്തിയില്ല. കാർ എന്താണ് പറയുന്നത്? ടൂട്ട് ടൂട്ട് യു മൂവ്. ആരോട് പറയുന്നു? അവിടെ സ്റ്റോപ്പ് എന്ന ബോർഡ് വെച്ചിട്ട് ആര് നിൽക്കുന്നുണ്ട്? പോലീസ് ഓഫീസർ നിൽക്കുന്നുണ്ട്. പോലീസ് ഓഫീസറോട് പറയാണ് യു മൂവ് എന്ന് കാറ് പറയുകയാണ്. താഴെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വാട്ട് വിൽ ഹാപ്പൻ നൗ. ഇനി എന്തായിരിക്കും സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? ദർ വിൽ ബി ആൻ ആക്സിഡൻറ്റ്. അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ എന്താ കാണുന്നത്? ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നു. നെക്സ്റ്റ് പിക്ചറിൽ എന്താ വയ്ക്കുന്നത്? വെയർ ഈസ് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ എവിടെയാണ് പോലീസ് ഓഫീസർ? നിയർ ദ കാർ. ദെൻ വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു. പോലീസ് ഓഫീസർ എന്തായിരിക്കും ചെയ്യുക? ഹി വിൽ ടേക്ക് ആക്ഷൻ എഗൻസ്റ്റ് ദം, അല്ലെങ്കിൽ ഹി വിൽ അറസ്റ്റ് ദം, അല്ലെങ്കിൽ ഹി വിൽ അഡ്വൈസ് ദം. ഏത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും ഇവിടെ. ആക്സിഡൻറ്റിന് ശേഷം എന്ത് സംഭവിച്ചു? ഓ മൈ ഹോൺ. ആര് കരയാണ്? ബസ് കരയാണ്. എന്ത് പറ്റി? ദ ഹോൺ ഫെൽ ഡൗൺ. ബസ്സിൻ്റെ ഹോണെല്ലാം താഴെ വീണ് പോയി. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിന് എന്ത് സംഭവിച്ചു? കാറിൻ്റെ ലൈറ്റും താഴെ വീണു പോയി.
ആക്സിഡൻറ്റിന് ശേഷം കാറിന് എന്താ സംഭവിച്ചത്? ഓ മൈ ലൈറ്റ്, കാറിൻ്റെ ഹെഡ് ലൈറ്റ് എല്ലാം താഴേക്ക് പോയി. വാട്ട് ഹാപ്പൻ ടു ദി ബസ്, എന്താണ് ആക്സിഡൻറ്റിന് ശേഷം ബസ്സിന് സംഭവിച്ചത്? ബസ്സിൻ്റെ ഹോണെല്ലാം ഫെൽ ഡൗൺ ആയി. എന്താണ് ഹോണെല്ലാം താഴെ വീണ് പോയി. ദ ബസ്സസ് ഹോൺ ഫെൽ ഡൗൺ. അല്ല, വാട്ട് ഹാപ്പൻ ടു ദി കാർ, കാറിന് എന്ത് സംഭവിച്ചു? കാറിൻ്റെ ലൈറ്റ് ഫെൽ ഡൗൺ. ഇത് ആക്സിഡൻറ്റിന് ശേഷം കാറിൻ്റെ ലൈറ്റും താഴെ വീണുപോയി. നെക്സ്റ്റ് ബസ് എന്ത് പറയുന്നു? ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, ബസ് കാറിനെ കുറ്റപ്പെടുത്തുന്നത് നിൻ്റെ ഫാൾട്ട് കൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായതെന്ന് പറയുന്നത്. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, നിങ്ങളുടെ തെറ്റാണെന്ന് പറയുന്നു. കാർ എന്താ പറയുന്നത്? നോ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിൻ്റെ തെറ്റാണെന്ന് ആര് പറയുന്നു? കാർ പറയുന്നു. ദ ബസ് ഈസ് ആംഗ്രി, ബസ് എന്ത് വളരെ ദേഷ്യത്തിലാണ്. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി, കാറും വലിയ ദേഷ്യത്തിലാണ്. വൈ ഈസ് ദ ബസ് ആംഗ്രി, എന്തുകൊണ്ടായിരിക്കും ബസ് ദേഷ്യപ്പെടുന്നത്? അതുപോലെ വൈ ഈസ് ദ കാർ ആംഗ്രി, എന്തുകൊണ്ടായിരിക്കും കാർ ദേഷ്യപ്പെടുന്നത്? ഒരു പരസ്പരം കുറ്റപ്പെടുത്തിയാണ്. നിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായതെന്ന് അവർ പരസ്പരം കുറ്റപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്തത്? വളരെയധികം ദേഷ്യം വന്നത്. പോലീസ് ഓഫീസർ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ബസ്സിനോട് പറയാണ് ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്. ഐ ആം സോറി സാർ, അപ്പം ബസ് എന്ത് പറയുന്നു? എന്നോട് ക്ഷമിക്കണം, ഐ ആം സോറി സാർ. നെക്സ്റ്റ് പോലീസ് ഓഫീസർ കാറിനോട് കൂടി പറയുകയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു, ഇത് നിങ്ങളുടെ കാറിൻ്റെ മിസ്റ്റേക്കും കൂടിയാണെന്ന് ആരോട് പറയുന്നു? കാറിനോട് പറയുന്നു. അപ്പോൾ കാർ എന്ത് പറയുന്നു? സോറി സാർ. ഇനി താഴെ എന്താണ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹൂ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്, ആരാണ് റോഡിൽ മിസ്റ്റേക്ക് വരുത്തിയത്? ആൻഡ് വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ, പോലീസ് ഓഫീസർ എന്തായിരിക്കും പറയുക? ആരാണ് റോഡിൽ മിസ്റ്റേക്ക് വരുത്തിയത്? ബോത്ത് കാർ ആൻഡ് ബസ്, രണ്ടാളും ഒരുപോലെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, ഓവർ സ്പീഡ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. എന്തായിരിക്കും പോലീസ് ഓഫീസർ അവരോട് പറയുക? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, അല്ലെങ്കിൽ ഹി വിൽ പണിഷ് ദം. എന്ത് വേണേലും നമുക്ക് നോക്കിയിട്ട് പോലീസ് ഓഫീസർ എന്ന രീതിയിൽ പറയാം. നെക്സ്റ്റ് എന്താണ്? ഹിയർ ഈസ് യുവർ ഹോൺ, ആരാണ് ഒരു മങ്കി എന്ത് ചെയ്യുന്നു? ബസ്സിൻ്റെ താഴെ വീണ ഫെൽ ഡൗൺ ആയിട്ടുള്ള ഹോൺ എടുത്ത് കൊടുക്കുന്നു. ഹു ഹെൽപ്സ് ദ ബസ്, ആരാണ് ഹെൽപ്പ് ചെയ്തത്? മങ്കി. ഹു ഹെൽപ്സ് ദ കാർ, ആരാണ് കാറിനെ ഹെൽപ്പ് ചെയ്തത്? ആരാണ് കാറിനെ ഹെൽപ്പ് ചെയ്തത്? നമുക്ക് നോക്കിയാലോ. ആരാണ് കാറിനെ ഹെൽപ്പ് ചെയ്തത്? ഹിയർ ഈസ് യുവർ ലൈറ്റ്, ആരാണ് കൊടുത്തത്? കൗ എന്ത് ചെയ്തു? കാറിൻ്റെ ലൈറ്റ് എടുത്ത് കൊടുത്തു. ദ ഹോൺ ഈസ് റെഡി, ഹോണും റെഡിയായി. ആൻഡ് ദ ലൈറ്റ് ഈസ് റെഡി, ലൈറ്റും റെഡിയായി. ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി, ബസ്സും കാറും എന്തായി? ഹാപ്പിയായി, സന്തോഷത്തിലായി. നെക്സ്റ്റ് കാർ എല്ലാവർക്കും നന്ദി പറയുകയാണ്. താങ്ക് യു സാർ, എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട് കാറ് പോവുകയാണ്. നെക്സ്റ്റ് ബസ് എന്താണ്? യാത്രക്കാരന് പോവുകയാണ്. ബൈ സാർ. അപ്പോൾ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്, ഒരിക്കലും തന്നെ ആവർത്തിക്കരുതെന്ന് പറയുകയാണ്. താഴെ ഇനി ചോദിക്കുന്നത് എന്താണ്? വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ, ഇനി അവർ ഇത് ഓവർ സ്പീഡിൽ പോകുക അല്ലെങ്കിൽ വേഗത്തിൽ പോകുമോ എന്ന് ചോദിക്കുകയാണ്. നെവർ, ഒരിക്കലും പോകില്ല. എന്താണ്? അവർക്കറിയാം വേഗത്തിൽ പോയാൽ എന്താണ് സംഭവിക്കുക, ആക്സിഡൻറ്റ് ഉണ്ടാവുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഒരിക്കലും സ്പീഡിൽ പോവില്ല. നെക്സ്റ്റ് നമുക്കവിടെ ചെറിയൊരു പോയം നോക്കി തന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. ഗ്രീൻ ട്രീസ്, പച്ച നിറത്തിലുള്ള മരവേസ്. യു ആർ സോ നൈസ്, എന്താണ്? നീ വളരെ ഭംഗിയുള്ളതാണ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ, എന്താണ്? നിങ്ങളെല്ലാം കാണാൻ ഞാൻ വളരെയധികം ഹാപ്പിയാണ്, സന്തോഷവാനാണ്. ബ്ലൂ ബേർഡ്സ്, എന്താണ് പറയുന്നത്? നീല കളറുള്ള പക്ഷികളെ. യു ആർ സോ നൈസ്, നിങ്ങൾ എന്താണ്? വളരെ ഭംഗിയുള്ളതാണ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ, നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. വളരെ സിമ്പിളായിട്ട് നല്ലൊരു പോയമാണ് അവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് വായിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പോയമാണ്. അപ്പോൾ നമ്മുടെ 1ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററുടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് നമ്മുടെ ചാനൽ കാണുക. കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മാത്രമേ ക്ലാസ്സെല്ലാം കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പം അതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.